ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ചെറുകിട വ്യവസായികൾ അടക്കം അവരുടെ സംരംഭം വളർത്തിയെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ ഡിജിറ്റൽ ഇന്ത്യയുടെ കുതിപ്പാണ് പ്രകടമാകുന്നതും. ലോക രാജ്യങ്ങൾ വരെ കൊതിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് സംവിധാനം സാധാരണക്കാരിലേക്ക് വരെ എത്തിയതിൽ ഇന്ത്യക്ക് അഭിമാനിക്കാൻ ആകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ഈ പേയ്മെന്റ് സംവിധാനത്തിലൂടെ തെരുവോര കച്ചവടക്കാരന്റെ അക്കൗണ്ടിൽ എത്തിയത് 40 ലക്ഷത്തിലേറെ തുകയാണ്. പാനിപൂരിക്കൊപ്പം ഹിറ്റായി UPI മാറുമ്പോൾ പിന്നാലെ GST നോട്ടീസും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് വൻ ഡിജിറ്റൽ കുതിപ്പാണ്. തെരുവോര കച്ചവടക്കാരുടെ പക്കൽ വരെ UPI ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. പണമിടപാട് ലളിതമാക്കുന്നതിൽ UPI വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഇതിനിടയിൽ പാനിപൂരി വിൽപ്പനക്കാരന് GST നോട്ടീസ് ലഭിച്ച വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അടക്കം വലിയ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെക്കുന്നതും. ഒരു വർഷത്തിനിടെ പാനിപൂരി വിറ്റ വകയിൽ കച്ചവടക്കാരന്റെ UPIയിൽ എത്തിയത് 40 ലക്ഷത്തിലേറെ രൂപയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഡിജിറ്റൽ പണം ഇടപാട് വർദ്ധിച്ചതോടെ തന്നെ രാജ്യത്ത് പാനിപൂരി കച്ചവടക്കാർക്ക് ഉൾപ്പെടെ നിരവധി പേർക്കാണ് GST നോട്ടീസ് ലഭിച്ചിരിക്കുന്നതും. റേസർ പേ, ഫോൺ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി UPI ഇടപാടുകൾ നടത്തുന്നവർക്കാണ് നികുതി അടയ്ക്കണമെന്ന നിർദ്ദേശമുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നതും. നോട്ടീസിന്റെ പകർപ്പ് ഉൾപ്പെടെയാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നതും. 40,11,019 രൂപയുടെ പേയ്മെന്റ് നടന്നുവെന്നാണ് നോട്ടീസിൽ പറയുന്നതും. സമ്മിശ്ര പ്രതികരണങ്ങളാണ് എക്സിലൂടെ ഈ പോസ്റ്റിനിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. പണത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ടാക്സ് ലാബിലുള്ള മെഡിക്കൽ കോളേജിലെ പ്രൊഫസർക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ ഏറെ പാനിപൂരി വിൽപ്പനക്കാരൻ നേടുന്നുവെന്ന് ജോലി മാറ്റേണ്ട സമയമായി എന്നൊക്കെയുള്ള രസകരമായ കമന്റുകളും ഈ പോസ്റ്റിന് താഴെ ലഭിക്കുന്നുണ്ട്. അതേസമയം മോദി സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി 9 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഗണ്യമായ മാറ്റങ്ങളാണ് പ്രകടമായിരിക്കുന്നതും. UPI വഴി 535 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായും സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് 17,000 സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഭീമമായ ഒരു തുകയായി തന്നെ ഇതിനെ കണക്കാക്കാം. UPIയുടെ കടന്നുവരവോടെ തന്നെ പണമിടപാടുകൾ കൂടുതൽ എളുപ്പവും സുരക്ഷിതത്വവുമായി നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനമായ ഒരു ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ UPIയുടെ സംഭാവന വളരെ വലുതാണ്. ഇതിനു പുറമെ തന്നെ ഇന്ത്യയിൽ ഉടനീളമുള്ള പൊതു സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് വയോധികർക്ക് 34.6 കോടി ആയുഷ്മാൻ കാർഡുകളും വിതരണം ചെയ്തു. ഈ കണക്ക് UK ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിൽ ഈ സംരംഭം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 9 കോടിയിലധികം തന്നെ ഫാസ്ടാഗുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുക എന്നതും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു. നിലവിൽ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ പദ്ധതി നിലവിൽ വന്നത് ഇതിനോടകം തന്നെ 11 കോടിയിലധികം കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തന്നെ നേരിട്ട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. 137 കോടി ജനങ്ങളിൽ ഏകദേശം ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഡിജിറ്റൽ ഐഡന്റിറ്റി സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിൽ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിലും ആധാർ വഹിച്ച പങ്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.